അപ്പോൾ ഇന്നത്തെ പരിപാടി എന്താ വെച്ച് കഴിഞ്ഞാൽ ഞാൻ യു കെയിലെത്തിയിട്ട് പാർട്ട് ടൈം ജോബ് തപ്പി ഇറങ്ങിയ ഒരു വീഡിയോ ആണ് കേട്ടോ. അപ്പോൾ ഞാൻ സ്ഥലവും കാര്യങ്ങളൊക്കെ ഗൂഗിൾ മാപ്പൊക്കെ നോക്കിയിട്ടാണ് പോണത്. അപ്പോൾ ഇന്ന് എനിക്ക് 2 ഇൻ്റർവ്യൂ ആണുള്ളത് കേട്ടോ. അപ്പോൾ ജോലി കിട്ടിയോ ഇല്ലേ എന്നുള്ളത് ഞാൻ ലാസ്റ്റ് പറയാം. ഇത് ഒരു ഫസ്റ്റ് പാർട്ടായിട്ടാണ് ഇട്ടിരിക്കുന്നത് കേട്ടോ. ഞാൻ ഫുള്ള് എങ്ങനെയൊക്കെയാണ് പോയത് കാര്യങ്ങളൊക്കെ ഇതിലിട്ടിട്ടുണ്ട്. അപ്പോൾ ഞാൻ താമസിക്കുന്ന അവിടെ നിന്ന് ഇവിടെ DLR എന്നാണ് പറയുക കേട്ടോ. ഇവിടെ ലണ്ടൻ്റെ അകത്തുള്ളൊരു ട്രെയിൻ പോലത്തെയാണ്. നമ്മൾ കാർഡ് ടാപ്പ് ചെയ്തിട്ട് എനിക്ക് പോകേണ്ട സ്ഥലം എന്ന് പറയുന്നത് സ്ട്രാറ്റ്ഫോർഡ് ഇറങ്ങിയിട്ട് പിന്നെ അവിടുന്ന് ഞാൻ വേറെ ട്രെയിൻ പിടിക്കണം, ഓവർഗ്രൗണ്ട്, അങ്ങനെയാണ് പോണത്. അപ്പോൾ ഞാൻ ഈ വഴിയൊക്കെ ആദ്യമായിട്ടാട്ടോ പോണത്. എല്ലാം ഗൂഗിൾ മാപ്പ് അല്ലെങ്കിൽ സിറ്റി മാപ്പർ ഉപയോഗിച്ചിട്ടാണ് നമ്മൾ പോവുക. അപ്പോൾ ഒരു ട്രെയിൻ വന്നിട്ട് ടവർ ഗേറ്റ് എന്ന് പറയുന്ന സ്ഥലത്തോട്ടുള്ള ട്രെയിൻ വന്നിട്ട് അടുത്ത ട്രെയിനിലാണ് എനിക്ക് പോകേണ്ടത്. ഇതിപ്പോൾ എൻ്റെ വീടിൻ്റെ അടുത്തുള്ള DLR ആണ് കേട്ടോ. DLR അല്ലാണ്ട് നമുക്ക് വേറെ ട്യൂബ് ഉണ്ട്, അങ്ങനെ പലതരത്തിലുള്ള ട്രെയിനുകളുണ്ട് കേട്ടോ ഇവിടെ. അപ്പോൾ നെക്സ്റ്റ് ട്രെയിനിന് വേണ്ടി ഞാൻ വെയിറ്റിംഗ് ആണ്. അപ്പോൾ ആദ്യത്തെ ഇൻ്റർവ്യൂ ആണ് എനിക്ക് യു കെയിൽ വന്നിട്ടുള്ളത്. അപ്പോൾ ഞാൻ എന്തെന്ന് വെച്ച് കഴിഞ്ഞാൽ യൂണിവേഴ്സിറ്റി ലീവുള്ള ദിവസം നോക്കിയിട്ട് ഞാൻ 2 ഇൻ്റർവ്യൂവിനും ഡേറ്റ് കൊടുത്തു, ഒരു ദിവസം അങ്ങനെ. പിന്നെ വന്നിട്ട് ഏകദേശം 1 മാസത്തോളമായി. ഞാൻ എന്തായാലും ട്യൂട്ടറിങ് തന്നെ നോക്കാം, എന്നിട്ട് കിട്ടിയില്ലെങ്കിൽ മാത്രം വേറെ ജോലികൾ നോക്കാമെന്ന് പറഞ്ഞിട്ട് ഞാനിങ്ങനെ ഇരിക്കുകയാണ് കേട്ടോ. അപ്പോൾ ഡെയിലി ഞാൻ നിറയെ അപ്ലിക്കേഷൻസും കാര്യങ്ങളൊക്കെ അപേക്ഷിച്ചിട്ടാണ് കിട്ടിയത്. അപ്പോൾ ഞാനിപ്പോൾ എത്തിയത് സ്ട്രാറ്റ്ഫോർഡാണ് എത്തിയിരിക്കുന്നത്. അപ്പോൾ ഞാനിവിടെ വന്നിട്ട് ഈ DLRലും ട്യൂബിലൊക്കെ പോയിട്ടുണ്ടെങ്കിലും ഓവർഗ്രൗണ്ട് എന്നുള്ള സംഭവത്തിൽ ഞാൻ ആദ്യമായിട്ടാണ് പോണത്. സംഭവം ട്രെയിൻ തന്നെയാണ്, എന്നാലും ഞാൻ ആദ്യമായിട്ടാണ് പോണത്. അപ്പോൾ ഓവർഗ്രൗണ്ട് എന്നുള്ളത് ഓറഞ്ച് കളറായിരിക്കും കേട്ടോ അതിനെ റെപ്രസെൻ്റ് ചെയ്യണത്. അതുകൊണ്ട് ഇവിടെ ബോർഡും കാര്യങ്ങളും ഉള്ളതുകൊണ്ട് അത് നന്നായി മനസ്സിലാക്കിയിട്ട് നോക്കി പോയി കഴിഞ്ഞാൽ നമുക്ക് സുഖമായിട്ട് യാത്ര ചെയ്യാൻ പറ്റും. എനിക്ക് തന്നെ എല്ലാം പറ്റുന്നുണ്ടെങ്കിൽ ഇത് ആർക്ക് വേണമെങ്കിലും പറ്റും കേട്ടോ. പിന്നെ ഇതിപ്പോൾ എന്താ വെച്ച് കഴിഞ്ഞാൽ ഇതിൻ്റെ അകത്തുനിന്ന് തന്നെ നമുക്ക് എല്ലാത്തിലേക്കും കണക്ട് ചെയ്യാൻ പറ്റും. പുറത്തോട്ട് ഇറങ്ങി അതാ നേരെ കാണുന്നതാണ് പുറത്തോട്ട് പോകേണ്ടത്. ടാപ്പ് ചെയ്തിട്ട് നമ്മൾ പുറത്തോട്ട് പോകണം. ശരിക്കും എനിക്ക് പുറത്ത് പോകണം, എനിക്ക് അകത്തോടെ തന്നെ അവർ അതിനുള്ള വഴിയും കാര്യങ്ങളൊക്കെ സെറ്റാക്കി വെച്ചിട്ടുണ്ട്. ട്രാവലിങ്ങിന് UK സത്യം പറഞ്ഞാൽ നല്ല സുഖമാണ് കേട്ടോ. ഒരു ക്ഷീണമോ കാര്യങ്ങളോ ഒന്നും വരില്ല. പിന്നെ ക്ലൈമറ്റ് എന്ന് പറയുന്നത് കുറച്ച് തണുപ്പുള്ള ക്ലൈമറ്റ് ആയതുകൊണ്ട് നമുക്ക് വലിയ സ്ട്രെസ്സോ ക്ഷീണങ്ങളൊന്നും ഉണ്ടാവില്ല. അപ്പോൾ എനിക്ക് ഏകദേശം ഇൻ്റർവ്യൂ ഉച്ചയ്ക്ക് 12:30 അപ്പോൾ എന്തായാലും ആ ടൈം ആകുമ്പോഴേക്കും അവിടെ എത്തിയിട്ട് പിന്നെ ഒരു ടെസ്റ്റ് അറ്റൻഡ് ചെയ്യണം. അങ്ങനെയാണ് കാര്യങ്ങൾ. അപ്പോൾ ഞാനങ്ങനെ ഓവർഗ്രൗണ്ടിൻ്റെ അവിടെ എത്തി. അധികം തിരക്കും കാര്യങ്ങളൊന്നും ഉണ്ടായിരുന്നില്ല. അങ്ങനെ ഇതാണ് കേട്ടോ നമ്മുടെ സ്റ്റേഷൻ, ഞാൻ എത്തേണ്ട സ്റ്റേഷൻ. ഇവിടുന്ന് നല്ല രസമായിരുന്നു കാണാൻ. പുതിയ വേറൊരു സ്ഥലമായതുകൊണ്ട്, കാണാത്ത സ്ഥലമായതുകൊണ്ട് നല്ല രസമായിരുന്നു. പിന്നെ നടന്നിട്ട് കുറച്ച് നടക്കാനുണ്ട്. ഒരു സ്ട്രീറ്റിൻ്റെ അകത്തോട് നടന്നിട്ട് വേണം എനിക്ക് ആ അക്കാദമി പോലുള്ള സ്ഥലത്തോട്ട് എത്താൻ. പിന്നെ വഴിയിലൊക്കെ കുറേ മാർക്കറ്റും കാര്യങ്ങളൊക്കെ ഉണ്ടായിരുന്നു. ഇവിടെ കുറച്ച് ലാഭമുള്ള £1 കട. £1 വെച്ച് കഴിഞ്ഞാൽ അങ്ങനെയല്ല, എന്നാലും കുറേ സാധനങ്ങൾക്ക് നല്ല ലാഭം ഒക്കെ തോന്നി കണ്ടപ്പോൾ. അപ്പോൾ അങ്ങനെ അക്കാദമിയൊക്കെ ഞാൻ എത്തി, ടെസ്റ്റ് എഴുതി. സത്യം പറഞ്ഞു കഴിഞ്ഞാൽ ഞാൻ അത്ര കോൺഫിഡൻ്റ് അല്ല കേട്ടോ എഴുതി കഴിഞ്ഞപ്പോൾ. എനിക്ക് ഭയങ്കര സന്തോഷമൊക്കെ ഉണ്ടായിരുന്നു പോയി എഴുതുമ്പോൾ. പക്ഷേ എനിക്ക് ഇവരുടെ സിലബസും കാര്യങ്ങളും നമുക്ക് ടോപ്പിക്സും കാര്യങ്ങളൊക്കെ അറിയാം, എന്നാലും എനിക്കത്ര സാറ്റിസ്ഫൈഡ് ആയിരുന്നില്ല പെർഫോമൻസിൽ. ശരി, ബാക്കി ഇനി വൈകിട്ടത്തെ ഇൻ്റർവ്യൂവിലും കൂടി നന്നായി ട്രൈ ചെയ്യണമെന്ന് വിചാരിക്കണം. അപ്പോൾ ആ സ്ഥലത്തേക്ക് നമ്മൾക്ക് വേറെ ട്രെയിൻ എടുത്തിട്ട് വേണം പോകാൻ. പക്ഷെ അതുവരെ നമുക്ക് എന്തായാലും ഇത്രയും ടൈം ഉള്ളതുകൊണ്ട് ഞാൻ വിചാരിച്ചാൽ അവിടേക്ക് ഒന്ന് വെറുതെ നടന്ന് കണ്ടിട്ട് പിന്നെ വൈകുന്നേരത്തെ ഇൻ്റർവ്യൂ ഉള്ളത് നന്നായി പ്രിപ്പയർ ചെയ്യണമെന്ന് എൻ്റെ മനസ്സിലുണ്ടായിരുന്നു. കാരണം ജോലി ഇല്ലാണ്ട് ഇവിടെ ഒരു പരിപാടി നടക്കില്ല എന്നുള്ളത് എനിക്ക് വന്നപ്പോൾ തൊട്ട് തന്നെ മനസ്സിലായി. നല്ല ചിലവാണ്. പിന്നെ ഞാൻ ലണ്ടൻ കൂടി ആയതുകൊണ്ട് പറയുകയും വേണ്ടല്ലോ. പിന്നെ ഇവിടെ മിക്ക ആൾക്കാരുടെ കൂടെയും ഒരു നായ്ക്കുട്ടി ഉണ്ടാവും കേട്ടോ. ഇവർക്ക് ഭയങ്കര സ്നേഹമാണ്. പിന്നെ ഇവിടുത്തെ സ്ട്രീറ്റും കാര്യങ്ങളെന്ന് പറയാനാണെങ്കിൽ എത്രയോ വർഷം പഴക്കമുള്ള സ്ട്രീറ്റ് അവരിപ്പോഴും അതുപോലെ തന്നെ മെയിൻറ്റെയിൻ ചെയ്ത് വെച്ചിട്ടുണ്ട്. ഓരോ സ്ട്രീറ്റിനും അതിൻ്റേതായ ഹിസ്റ്ററി കാര്യങ്ങളുണ്ട്. പിന്നെ എന്താ പറയുക, പൊല്യൂഷൻ കാര്യങ്ങൾ ഭയങ്കര കൺട്രോൾഡാവും. ഒന്നും പൊല്യൂഷൻ ഇല്ലയെന്ന് തന്നെ പറയാം, കാരണം ഇലക്ട്രിക് വാഹനങ്ങളാണ് ഇവിടെ ഏറ്റവും കൂടുതൽ. പിന്നെ ഞാൻ വിചാരിച്ചു ഇവിടെ ഒരു പാർക്ക് പോലെ ഗ്രൗണ്ട് പോലെ ഒക്കെ ഉണ്ടായിരുന്നു. ഒരു ചർച്ചാണ് കേട്ടോ അത്. അപ്പോൾ അവിടെ പോയി വെച്ചപ്പോൾ അവിടെ കുറേ പ്രാവ് ഉണ്ടായിരുന്നു. അപ്പോൾ ഈ പ്രാവ് എങ്ങനെയാണെന്ന് വെച്ച് കഴിഞ്ഞാൽ എന്നെ കണ്ടത് എല്ലാവരും എൻ്റെ പിന്നാലെ വരാൻ തുടങ്ങി, ഞാനെന്തോ കഴിക്കാൻ കൊടുക്കാനുണ്ടെന്ന് വെച്ചിട്ട്. പക്ഷെ എൻ്റെ കയ്യിലൊന്നും ഉണ്ടായിരുന്നില്ല. പിന്നെ ഞാൻ അവിടെ നിന്ന് തിരിച്ച് വന്നു. അപ്പോൾ ജോലി കിട്ടിയെന്നുള്ളത് നെക്സ്റ്റ് ഇൻ്റർവ്യൂ കഴിഞ്ഞിട്ട് പറയാം കേട്ടോ. ബൈ.